السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് സർവസ്തുതികളും നമ്മൾ അർപ്പിക്കുന്നത്. ഈ പെരുന്നാളിൻ്റെ ദിവസത്തിൽ, അതുപോലെ തന്നെ ബലിപെരുന്നാൾ ദിനങ്ങളിലുമെല്ലാം നാം ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനവും ദിക്റുമൊക്കെയാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന മഹത്തായ ആശയം. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള പ്രഖ്യാപനമാണ് തക്ബീറുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഈദ് ദിനങ്ങളിൽ നാം തക്ബീറുകൾ ചൊല്ലുന്നത് കേവലം ഒരു ചടങ്ങായി അധപ്പതിച്ചു പോകുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. കേവലം ചില ഉരുവിടലുകൾ, മനസ്സറിയാത്ത കേവലം ചില വാക്കുകൾ ഉച്ചരിക്കൽ മാത്രമായി നമ്മുടെ തക്ബീർ ധ്വനികൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയാവാൻ പാടില്ല. ഇസ്ലാമിലെ ഓരോ ദിക്റുകളും നമ്മുടെ മനസ്സിന് വലിയ പരിവർത്തനങ്ങൾ വരുത്തുവാൻ ഉതകുന്ന വിധത്തിലുള്ള കാര്യങ്ങളായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്താണോ നമ്മുടെ നാവുകളും ചുണ്ടുകളും ഉരുവിടുന്നതെങ്കിൽ അത് മനസ്സിലാണ് ആദ്യമായി പതിയേണ്ടത്. മനസ്സ് പങ്കെടുക്കാത്ത കേവലം ചില അധര വ്യായാമങ്ങൾ നമുക്ക് എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളത് ഗൗരവത്തോടെ നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. സഹോദരങ്ങളെ, നാം ഒരാളോട് സലാം പറയുമ്പോൾ പോലും ഇന്ന് പലപ്പോഴും യാന്ത്രികമായി അസ്സലാമു അലൈക്കും എന്ന് ഉരുവിടുന്നു എന്നുള്ളതല്ലാതെ താങ്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിങ്കൽ നിന്നുള്ള രക്ഷയും സമാധാനവും കാരുണ്യവുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് മനസ്സറിഞ്ഞ് ആ ഒരു ഉദ്ദേശത്തോടു കൂടി പറയുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഒരു ഉദാഹരണം സൂചിപ്പിച്ചു എന്ന് മാത്രം. ദിക്റുകളെല്ലാം ഓരോ പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ ഉരുവിടേണ്ടുന്ന ഓരോ ദിക്റുകളും അർത്ഥങ്ങളും ആശയങ്ങളും അറിഞ്ഞുകൊണ്ട് പറയുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് നിമിത്തമായി മാറുക. നാം പറഞ്ഞു വരുന്നത്, ഇന്ന് നമ്മൾ തക്ബീറുകൾ, നമ്മൾ ശവ്വാലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നാം തക്ബീറുകൾ മുഴക്കാൻ ആരംഭിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇതൊരു വലിയ പ്രഖ്യാപനമാണ്. ഏതെങ്കിലും ഒരു ഈണത്തിലോ താളത്തിലോ ഒക്കെ മനസ്സറിയാതെ കേവലം ഇങ്ങനെ ഒരു ഒഴുക്കൻ രീതിയിൽ ചൊല്ലേണ്ടുന്ന വാചകങ്ങളായി മാത്രം നമ്മൾ ഇതിനെ കാണരുത്. ഇത് നമ്മൾ ഇതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ ചിന്തിച്ചുകൊണ്ട് പറയണം. എന്താണ് അല്ലാഹു അക്ബറിൻ്റെ മഹത്വം? നമ്മുടെ ജീവിതത്തിൽ എനിക്ക് എന്തിനേക്കാളും ഏറ്റവും വലുത് അല്ലാഹുവാണ് എന്നുള്ള എൻ്റെ പ്രഖ്യാപനമാണ് ഓരോ അല്ലാഹു അക്ബറുകളും നമുക്ക് നൽകുന്ന കനപ്പെട്ട സന്ദേശം. നമ്മൾ മനസ്സിലാക്കുക, എത്രത്തോളമാണ് നമ്മൾ ദിനേന ഈ തക്ബീറുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. പെരുന്നാൾ തക്ബീറുകളിൽ ആവർത്തിച്ചു പറയുന്ന വാചകം അല്ലാഹു അക്ബർ എന്നാണ്. പിന്നെ അതിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാചകമാണ്. പിന്നെ അതിലുള്ളത് വലില്ലാഹിൽ ഹംദ് അഥവാ അൽഹംദുലില്ലയുടെ ആശയമാണ്. അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്നുള്ളത്. ഈ കാര്യങ്ങൾ ഇങ്ങനെ അല്ലാഹുവിനെ വാഴ്ത്തുന്ന, അവനെ മഹത്വപ്പെടുത്തുന്ന, അവൻ്റെ തൗഹീദിനെ ഏറ്റവും കൂടുതൽ ദൃഢതയോടെ പ്രഖ്യാപിക്കുന്ന, അതുപോലെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് നൽകിയത് എൻ്റെ റബ്ബ് മാത്രമാണ് എന്ന നന്ദിയോടെയുള്ള
അവനെ ഓർക്കുന്ന, അതിനവനെ സ്തുതിക്കുന്ന വാചകങ്ങളെല്ലാം കോർത്തിണക്കിയിട്ടുള്ളതാണ് നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈദിന്റെ തക്ബീറുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിനേന എത്ര തവണയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാങ്കുകളിലൂടെ അത് പറയുന്നുണ്ട്, ഇഖാമത്തുകളിലൂടെ നമ്മളത് പറയുന്നുണ്ട്. 5 നേരത്തെ നിസ്കാരങ്ങൾ, ഒരു ദിവസം നമ്മൾ 17 റക്അത്ത് നമ്മൾ ഡെയിലി ഫർളായിട്ട് നമസ്കരിക്കുന്നുണ്ട്. ആ നമസ്കാരങ്ങളിൽ ചൊല്ലുന്ന അല്ലാഹു അക്ബറുകൾ കണക്കിലെടുത്താൽ തന്നെയും 94ഓളം ഏകദേശം തക്ബീറുകൾ 5 നേര നിസ്കാരങ്ങളിലൂടെ മാത്രമായി നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയും പുറമെ നമ്മൾ നിർവഹിക്കുന്ന റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, അതുപോലെയുള്ള നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങളിലൂടെയായി തീർന്നില്ല. നമ്മുടെ 5 നേര നിസ്കാരങ്ങൾക്ക് പിറകെ നമ്മൾ ചൊല്ലുന്ന 33 തവണയുള്ള അല്ലാഹു അക്ബറുകൾ, ഇങ്ങനെ പല വിധത്തിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തക്ബീറുകൾ ഇങ്ങനെ നമ്മളൊന്ന് കണക്കെടുത്താൽ 350ഓളം അല്ലെങ്കിൽ 342 342ന്റെ അപ്പുറമോ ഒക്കെ ആയിരിക്കാം കൂടുതൽ നമ്മൾ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം. എന്നാൽ സഹോദരങ്ങളെ, ഇതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദർശത്തിന്റെ പ്രഖ്യാപനം സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങി ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം എന്ന് പറഞ്ഞ ഉടനെ ആദ്യമായി അവിടുത്തോട് നിർദ്ദേശിച്ച നിർദ്ദേശം എന്തായിരുന്നു? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. കണ്ടോ? ഓ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ, ഖും എഴുന്നേൽക്കൂ, ഫഅൻദിർ മുന്നറിയിപ്പ് നൽകുക താങ്കൾ. എന്നിട്ട് ഉടനെ പറയുന്നത് എന്താണ്? വറബ്ബക ഫകബ്ബിർ, താങ്കളുടെ രക്ഷിതാവിനെ താങ്കൾ വാഴ്ത്തുക, മഹത്വപ്പെടുത്തുക എന്നുള്ള കൽപ്പനയാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സൂറത്തുൽ ഇസ്രായിലൂടെയും പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞതിന്റെ ശേഷം അള്ളാഹു ആരാണ്? അവനാണ് സർവസ്തുതിയും. കാരണം അവന് ഇണതുണയില്ല, അവന് സന്താനങ്ങളില്ല, അവൻ്റെതായ അധികാരങ്ങളിൽ അവൻ്റെതായ പ്രവർത്തനങ്ങളിൽ അവൻ ആരെയും പങ്കുചേർത്തിട്ടില്ല. എല്ലാ അർത്ഥത്തിലും ഇസ്സത്തുള്ളവനാണവൻ എന്നൊക്കെ പറഞ്ഞ് ആ രൂപത്തിലുള്ള ആശയങ്ങളൊക്കെ പറഞ്ഞതിന്റെ അവസാന ഭാഗത്ത് സൂറത്തുൽ ഇസ്രായിലും അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, വകബ്ബിർഹു തക്ബീറാ, വകബ്ബിർഹു തക്ബീറാ, നീ അവനെ ഏറ്റവും വലിയ രൂപത്തിലുള്ള മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത്. സഹോദരങ്ങളെ, ആ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന തക്ബീറുകൾ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഈദിന്റെ തക്ബീറുകളായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വ്രതാനുഷ്ഠാനത്തിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ആയത്തിൽ ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ ഓരോ നിയമങ്ങളും പറഞ്ഞിട്ട് അവസാനം പറയുന്നത് എന്താണ്? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നോമ്പ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള റമദാൻ അത് കഴിഞ്ഞ് കടന്നുപോയി നമ്മളിൽ. അതിന്റെ നിയമങ്ങൾ പറഞ്ഞു. ആ മാസത്തിൽ ഹാജരായിട്ടുള്ളവർ അവർ വ്രതമനുഷ്ഠിക്കണം. ഇനി നിങ്ങളിൽ ആരെങ്കിലും രോഗികളോ യാത്രക്കാരോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ മറ്റ് ദിവസങ്ങളിൽ അവൻ അനുഷ്ഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്, ഞെരുക്കത്തെയല്ല. അത് പറഞ്ഞിട്ട് അള്ളാഹു തആല പറയുന്നു, വലിതുക്മിലുൽ ഇദ്ദ, അള്ളാഹു ഈ നിയമങ്ങളും കാര്യങ്ങളും ഈ ഇളവുകളും ഒക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്തിനാണ്? അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ഈ നോമ്പിന്റെ എണ്ണങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കണം. മാത്രമല്ല വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അള്ളാഹു നിങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അങ്ങനെ നല്ല നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സുകളെ തിരിച്ചുവിട്ട് തഖ്വ നേടുവാനും അതേപോലെയുള്ള ധാരാളക്കണക്കിന് നല്ല നല്ല കാര്യങ്ങൾക്ക് അവനാണ് നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നവൻ. അതിന് നിങ്ങൾ അവനെ വാഴ്ത്തുവാൻ വേണ്ടി, അതേപോലെ വലഅല്ലകും തഷ്കുറൂ, നിങ്ങൾ അവനോട് നന്ദിയുള്ളവരാകുവാൻ. ഞങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കാൻ സാധിച്ചല്ലോ, ഞങ്ങൾക്ക് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചല്ലോ, അതൊക്കെ നന്ദിയോടുകൂടെ ഓർക്കുവാൻ, ഇങ്ങനെ തക്ബീർ നിർവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവിടെ തന്നെയും പറഞ്ഞു. അതിന്റെ തഫ്സീറുകൾ നമുക്ക് കാണാം. അത് ഈദിന്റെ സുദിനത്തിൽ ചൊല്ലുന്ന തക്ബീറിനും അതിൽ തെളിവുണ്ട് എന്ന്. കാരണം നമ്മൾ എണ്ണം പൂർത്തീകരിച്ച് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ പ്രത്യേകമായ തൗഫീഖിന്റെ പേരിൽ അവനെ വാഴ്ത്തുകയാണ്, അവനോട് നന്ദി സൂചകമായി നന്ദിയോടുകൂടി നമ്മൾ അവനെ ഓർക്കുകയാണ്, സ്മരിക്കുകയാണ്. ബലിപെരുന്നാളിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വചനങ്ങളിലും ഇതേപോലെ ആ ദിവസങ്ങളിൽ അള്ളാഹുവിനെ പ്രത്യേകം ഓർക്കുവാനെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ബലിമൃഗത്തെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വചനത്തിലും വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയ, അതല്ലെങ്കിൽ റബ്ബ് നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വഴി കാണിച്ചു തന്നതിന് നിങ്ങൾ അവനെ മഹത്വപ്പെടുത്തുവാനും ഈ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകിയതിന് അവനെ നിങ്ങൾ സ്മരിക്കുവാനും വാഴ്ത്തപ്പെടുത്തുവാനും എന്നൊക്കെയുള്ള ആശയങ്ങൾ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പൊ സഹോദരങ്ങളെ, പെരുന്നാളുകളിൽ നമ്മൾ ചൊല്ലുന്ന തക്ബീറുകൾ റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിന്റെ ദൃഢമായ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി തന്നെ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലുത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഖൗലുൽ അബ്ദി അല്ലാഹു അക്ബർ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഒരടിമ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ഐഹിക ലോകത്തുള്ള എന്തിനേക്കാളും ഏറ്റവും മികച്ചതും മെച്ചപ്പെട്ടതുമാണ് ആ വാക്ക്. കാരണം അതിൽ വലിയ ആശയങ്ങളാണ് അവൻ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. ശൈത്താൻ ഏറ്റവും വെറുപ്പുള്ള വാചകമാണത്. ശൈത്താൻ അത് കേട്ടാൽ വിരളിയെടുത്ത് പിന്തിരിഞ്ഞോടുമെന്ന് ഹദീസിലുണ്ട്, നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ബാങ്ക് വിളി കേൾക്കുമ്പോൾ ചെകുത്താൻ വിരളിയെടുത്ത് ഓടിപ്പാഞ്ഞ് അകന്നു പോകും എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. അല്ലാഹു അക്ബർ വലിയ ആശയമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തിനേക്കാളും വലുത് അള്ളാഹുവാണ്. ഇതൊക്കെ വിശദീകരിച്ചിടത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് ശറഹ് നൽകിയപ്പോൾ അവർ പറഞ്ഞതായി കാണാൻ സാധിക്കും. വലൗ അദ്റക്കൽ മുകബ്ബിർ മഫ്ഹൂമത്ത് തക്ബീർ. അല്ലാഹു അക്ബർ എന്ന് ജനങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറയുന്നവൻ ആ തക്ബീറിന്റെ ആശയം ശരിക്കും ഗ്രഹിച്ചിരുന്നുവെങ്കിൽ എന്താണ് അവൻ പറയുന്നത്? എനിക്ക് അല്ലാഹുവാണ് എന്തിനേക്കാളും വലുത്. അക്ബറു മിൻ കുല്ലി ഷൈഇൻ എന്ന ആശയമാണ്. എന്തിനേക്കാളും എനിക്ക് വലുത് അല്ലാഹുവാണ്. അത് അർത്ഥവും ആശയവും അറിഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നതെങ്കിൽ ലമാ ഖദ്ദമ അലാ അംരില്ലാഹി അയ്യ അംരിൻ, ഒരാളുടെ കൽപ്പനയെയും അവൻ അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ പ്രത്യേകത കൊടുക്കുമായിരുന്നില്ല. റബ്ബിന്റെ കൽപ്പനക്കെതിരെ ആരുടെ കൽപ്പനക്കും അവൻ മുൻഗണന കൊടുക്കുമായിരുന്നില്ല. വലമാ വഖഅ ഫീമാ വറദ അൻഹു നഹിയുൻ വസജറുൻ, അള്ളാഹു വിരോധിച്ചിട്ടുള്ള, അവൻ അരുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളിലും അവൻ വീണു പോവുകയും ചെയ്യുമായിരുന്നില്ല. കാരണം ദാലിക അന്നല്ലാഹ തആല അക്ബറു മിൻ കുല്ലി ഷൈഇൻ, അള്ളയാണ് അവന് എന്തിനേക്കാളും എല്ലാത്തിനേക്കാളും വലുത് എന്നാണ് അവൻ പ്രഖ്യാപിക്കുന്നത്. ഇന്നഹു അക്ബറു മിൻ നഫ്സിൽ അബ്ദി വഹവാഹ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദേഹേച്ഛയേക്കാൾ വഅക്ബറു മിൻ റഗ്ബാതിഹാ വമുസ്തഹാഹാ, അവന്റെ ആഗ്രഹങ്ങളെക്കാൾ അവന്റെ അഭിലാഷങ്ങളെക്കാൾ ഇന്നഹു ജല്ല വഅല അക്ബറു മിനദ് ദുനിയാ വമുഗ്രിയാതിഹാ, ഐഹിക ലോകവും അതിലുള്ള പളപളപ്പുകളും വഅക്ബറു മിൻ മഫാതിനിഹാ വബഹ്ജതിഹാ, ഇവിടെ കാണുന്ന ഒരുപാട് ആകർഷിക്കപ്പെട്ട മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന എന്തെല്ലാമുണ്ടോ എന്തിനേക്കാളും അവന് ഏറ്റവും വലുത് അള്ളാഹുവാണെന്ന പ്രഖ്യാപനം. ചെകുത്താനിന്റെ വസ്വാസുകളേക്കാൾ, ശൈത്താൻ മനുഷ്യന്റെ മനസ്സിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർബോധനങ്ങളെക്കാൾ, അതേപോലെ അവന്റെ കൂട്ടുകാർ, ചീത്തയായ കൂട്ടുകാർ, തിന്മയിലേക്ക് അവനെ കൊണ്ടുപോകുവാൻ വേണ്ടി അവനോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന, അവന്റെ മനസ്സിൽ ദുർമന്ത്രണം നടത്തിക്കൊണ്ട് അവന്റെ കാതുകളിൽ അരുതാത്ത മേഖലകളിലേക്ക് അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുവാൻ എന്ത് തന്നെ വാക്കുകൾ പറഞ്ഞാലും അവൻ അതിലേക്കൊന്നും കാതു കൊടുക്കാൻ അവന് കഴിയില്ല. കാരണം ഇന്നഹു തആല അക്ബറു മിൻ കുല്ലി കബീർ, ലോകത്താരൊക്കെ വലിയന്മാരെന്ന് പറയുന്നുണ്ടോ എന്തിനേക്കാളും എല്ലാവരേക്കാളും എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ്. അത് മനുഷ്യന്റെ തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കാരണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അല്ലാഹു മാത്രമാണ്. വേറെ ഈ ലോകത്ത് ആരും ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. നമ്മുടെ തൗഹീദിന്റെ പ്രഖ്യാപനമാണത്. അല്ലാഹു അക്ബർ, അല്ലാഹു മാത്രമാണ് ഏറ്റവും വലിയവൻ. കാരണം ഏറ്റവും വലിയവനായിട്ട് അവനല്ലാതെ മറ്റാരുണ്ട്? അവനല്ലാതെ മറ്റാരെയെങ്കിലും സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരാൾക്കും കഴിയാത്ത സംഗതി ഇവിടെ നടത്തിയവർ ആരാണ് വേറെയുള്ളത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹുവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച ഒരു ചോദ്യം ഇമാം അഹ്മദും ഇമാം തുർമുദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് ചോദിച്ചു അദിയനോട്, യാ അദി ഇബ്നു ഹാത്തിം മല്ലദി അഫറക അൻ യുഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദിയെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നിനക്ക് എന്താ ഇത്ര മടി? ഫഹൽ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ വല്ല ആരാധ്യരുമുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, മാ ഫറക അൻ യുഖാല അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയാൻ നിനക്ക് എന്താണ് ഇത്ര പേടി? നിനക്കെന്താണ് അതിനോട് ഇത്ര താല്പര്യമില്ലാത്തത്? ഫഹൽ ശൈഉൻ ഹുവ അക്ബറു മിനല്ലാഹി അസ്സ വജല്ല, അല്ലാഹു അസ്സ വജല്ലയേക്കാൾ ഏറ്റവും വലിയവനായി മറ്റെന്തിനെങ്കിലും നീ കാണുന്നുണ്ടോ? അദി റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സംസാരിക്കുന്ന വേളയിൽ പറഞ്ഞ വാചകമാണിത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത്രത്തോളം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്തിനേക്കാളും എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് അല്ലാഹു അക്ബർ. നമസ്കാരത്തിന് വേണ്ടി നമ്മൾ അല്ലാഹു അക്ബർ എന്നാണ് കൈകെട്ടുന്നതോടുകൂടി നമ്മുടെ ചിന്തയിൽ നിന്ന് അല്ലാഹു അല്ലാത്ത മറ്റുള്ളതെല്ലാം എനിക്ക് നിസ്സാരമാണ്, എൻ്റെ റബ്ബുമായിട്ടുള്ള രഹസ്യ ഭാഷണത്തിലാണ് ഞാൻ എന്ന ബോധം നിസ്കാരത്തിൽ തക്ബീറുകൾ പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ വരികയാണ്. ഫമൻ ഖാമ ലിത്തക്ബീരി ലാഖതുഹു റഹ്മത്തുൻ വകാന കഅബ്ദിൻ ബാബ മൗലാഹു യഖറഉ വസറ ലിറബ്ബിൽ അർശി ഹീന സ്വലാത്തിഹി നജിയൻ ഫയാതൂബാഹു ലൗ കാന യഖ്ശഉ. നമ്മെ ചിന്തിപ്പിക്കേണ്ടുന്ന രണ്ട് വരികളാണത്. നിസ്കാരത്തിന് വേണ്ടി ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാമാണ് നിർവഹിച്ച് തക്ബീറാണ് ചൊല്ലിയിട്ട് നിസ്കാരത്തിലാണ് നിൽക്കുന്നതോടുകൂടി റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ കവാടം, ആ ഡോറ് നമ്മൾ മുട്ടുന്ന വാതിലിങ്ങനെ മുട്ടുന്ന ഒരു അടിമയെപ്പോലെയാണ് അവൻ്റെ നൃത്തം. വസാറ ലി റബ്ബിൽ അർശി, അർശിൻ്റെ ഉടയവനായ അർശിൻ്റെ റബ്ബായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കാരത്തിലതാ അവൻ രഹസ്യ ഭാഷണത്തിലൂടെയാണ്, അവൻ രഹസ്യമായി സംസാരിക്കുകയാണ് റബ്ബിനോട്. അവൻ നല്ല ഖുശൂഅോടുകൂടെയാണ് അത് നിർവഹിക്കുന്നതെങ്കിൽ എത്ര വലിയ മാറ്റമാണ് അവൻ്റെ ഉണ്ടാവുക എന്ന് ആ കവി തൻ്റെ ഈരടികളിലൂടെ നമ്മോട് ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ കാഹളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവാണ്. എൻ്റെ മക്കളെ, എൻ്റെ ശരീരത്തേക്കാൾ അഥവാ എൻ്റെ ഇഷ്ടത്തേക്കാൾ, എൻ്റെ മക്കളേക്കാൾ, എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ ഭർത്താവിനേക്കാൾ, മാതാപിതാക്കളേക്കാൾ, ലോകത്തുള്ള എല്ലാവരേക്കാളും എനിക്ക് ഏറ്റവും വലുത് അല്ലാഹുവാണ്. അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ മറ്റാരുടെയും കൽപ്പനകൾക്ക് ഞാൻ വില കൽപ്പിക്കുന്നില്ല. എൻ്റെ റബ്ബിൻ്റെ തൃപ്തിയാണ് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നത്, എൻ്റെ റബ്ബിൻ്റെ ശിക്ഷയെയാണ് ഞാൻ ഏറെ ഭയപ്പെടുന്നത്. ഈ ആശയമാണ് തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അവനല്ലാതെ ആരാധ്യനില്ല. അവനാണ് ഏറ്റവും വലിയവൻ, അവനാണ് ഏറ്റവും വലിയവൻ, അവനാണ് സർവസ്തുതിയും. കാരണം എല്ലാ നിഅമത്തും അവനാണ് തന്നത്, അവനിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത്. ഈ ആശയമാണ് നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അറിഞ്ഞ് പറയണം പ്രിയമുള്ളവരെ. തക്ബീറുകൾ കേവലം ഇങ്ങനെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മനസ്സറിയാതെ അവിടെയും ഇവിടെയും നോക്കി, മനസ്സ് ശ്രദ്ധിക്കാതെ, മനസ്സിൽ ആ ചിന്തയില്ലാതെ കേവലം ഒരു രൂപത്തിലുള്ള ഒരു താളത്തിൽ ഇങ്ങനെ അല്ലാഹു അക്ബർ പറയുകയല്ല. ഈദിന്റെ സുദിനത്തിൽ ശവ്വാൽ പിറ ദൃശ്യമായതോട് മുതൽ തന്നെ അത് പറയൽ സുന്നത്തുണ്ട്, പുണ്യകരമാണ് എന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഈദ് നമസ്കാരത്തിന് വേണ്ടി ഇമാമ് മുസല്ലയിൽ നിന്ന് നിസ്കാരം ആരംഭിക്കുന്നത് വരെ ആ തക്ബീറുകൾ സുന്നത്തുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ പെരുന്നാളിൻ്റെ അന്ന് ഫജ്റിന്റെ ശേഷം ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുന്ന വേളയിൽ മാത്രമേ സുന്നത്തുള്ളൂ എന്ന് പറയപ്പെട്ടവരുമുണ്ട്. വീക്ഷണ വ്യത്യാസം ആ വിഷയത്തിലുണ്ട് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായിരുന്നാലും ഇത് നമുക്ക് ചൊല്ലാനുള്ളതാണ്. സ്ത്രീകളും ചൊല്ലണം, പുരുഷന്മാരും ചൊല്ലണം. സ്ത്രീകൾ മറ്റുള്ളവർ കേൾക്കെ ഉച്ചത്തിലല്ലാതെ അവരവരെ കേൾപ്പിക്കുന്ന നിലക്ക് അവരും ഈ ആശയം ഗ്രഹിച്ചുകൊണ്ട് ധാരാളമായി തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഈദിന്റെ സുദിനത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണത്. അതുപോലെ തന്നെ കൂട്ടമായി ഒരാൾ ചൊല്ലിക്കൊടുത്ത്, ഒരീണത്തിൽ ഒരാൾ ചൊല്ലി അവിടെ അങ്ങ് അവസാനിക്കുമ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ അതിങ്ങനെ ചൊല്ലിക്കൊടുത്ത് അതിങ്ങനെ താളത്തിൽ വേറൊരു കൂട്ടർ ഏറ്റു ചൊല്ലുന്ന
ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും സഹാബത്തിൻ്റെയും ഒന്നും കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോരുത്തരും തക്ബീറുകൾ അങ്ങനെ ഉച്ചത്തിൽ ചൊല്ലുക. അല്ലാതെ ഒരാൾ ചൊല്ലിക്കൊടുത്ത മറ്റേ ആളുകൾ അതിങ്ങനെ തുടക്കവും ഒടുക്കവും ഒക്കെ ഒരേ രൂപത്തിൽ ഒരേ രീതിയിലൊക്കെ ആയി മാറുന്ന വിധത്തിൽ അതിൻ്റെ തുടക്കവും അതിൻ്റെ അവസാനിപ്പിക്കലുമൊക്കെ ഒരേ താള രീതിയിലൊക്കെയായി അങ്ങനെ ചൊല്ലിക്കൊടുക്കുന്ന ആ ഒരു രീതിയല്ല നമുക്ക് മാതൃകയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തക്ബീറുകൾ അധികരിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിങ്ങനെ കൂട്ടമായി ഉച്ചത്തിൽ ഓരോരുത്തർക്കും അവരവർക്ക് അങ്ങനെ ഉച്ചത്തിൽ ചൊല്ലാം. അത് കേട്ട് അത് ശ്രദ്ധിക്കാത്ത ആളുകൾ ശ്രദ്ധിച്ച് അവരും ചൊല്ലട്ടെ. അല്ലാതെ ഒരാൾ ചൊല്ലിക്കൊടുത്ത് ഏറ്റി ചൊല്ലുന്ന ഒരു രീതി നമുക്ക് തെളിവുകളിൽ കാണുവാൻ സാധ്യമല്ല. ഈ രീതിയും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, പെരുന്നാളിൻ്റെ ദിവസത്തിൽ പലപ്പോഴും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരുന്നാൾ രാവുകൾ വളരെ സജീവമാക്കേണ്ടതുണ്ട്. അന്ന് ഇബാദത്തുകൾക്കും നിസ്കാരങ്ങൾക്കുമൊക്കെ ഏറെ പ്രാധാന്യവും പുണ്യവുമുണ്ട് എന്ന അർത്ഥത്തിലൊക്കെ ചില ആളുകൾ ചില ഹദീസുകൾ അതിനൊക്കെ ഉണ്ട് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കാറുണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, അവർ ഉദ്ധരിക്കുന്ന ഹദീസ് ഇപ്രകാരമാണ്: മൻ ഖാമ ലൈലത്തയിൽ ഈദൈനി മുഹ്തസിബൻ ലില്ലാഹി ലം യമുത് ഖൽബുഹു യൗമ തമൂതുൽ ഖുലൂബ്. ആരെങ്കിലും രണ്ട് പെരുന്നാളിൻ്റെ രാവുകൾ നിന്ന് നമസ്കരിച്ചാൽ, അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിച്ചാൽ, ഹൃദയങ്ങൾ പലരുടേതും മരിച്ചു പോകുന്ന ദിവസത്തിൽ, പലരുടെയും ഹൃദയങ്ങൾ നിർജീവമാകുന്ന ദിനത്തിൽ ഈ വ്യക്തിയുടെ ഹൃദയം നിർജീവമാവുകയില്ല. ആ ഹദീസ് ലഈഫായ ഹദീസാണ് സഹോദരങ്ങളെ, അങ്ങേയറ്റത്തെ ദുർബലമായൊരു ഹദീസാണത്. അതിൻ്റെ അർത്ഥം പെരുന്നാൾ രാവിൽ നിസ്കാരമൊന്നുമില്ല എന്നല്ല. പെരുന്നാൾ രാവിൽ സ്പെഷ്യൽ നിസ്കാരമല്ല. എല്ലാ രാത്രിയിൽ നമുക്ക് നിസ്കരിക്കണ്ടേ? പെരുന്നാൾ രാവാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇനി മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ രാത്രിയിൽ നമ്മൾ നിസ്കരിക്കൂലേ? ആ നമസ്കാരങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുക. അതല്ലാതെ പെരുന്നാളിൻ്റെ രാവിൽ നിസ്കാരം പ്രത്യേകമായിട്ട് നിർവഹിക്കാനുണ്ട്. അങ്ങനെ രാത്രി പ്രത്യേകം ജീവിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ പുണ്യമുണ്ട്. അതുകൊണ്ട് അന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ ഉറങ്ങരുത്, നമ്മൾ ആ രാത്രിയെ ഹയാത്താക്കണം എന്ന നിലക്കുള്ള സഹീഹായ ഹദീസുകളൊന്നും നമുക്ക് സ്ഥിരപ്പെട്ട് വന്നതായി കാണാൻ സാധ്യമല്ല. ഇതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇപ്പോൾ നമസ്കാരത്തിൽ ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഒരാൾക്ക് സാധിച്ചില്ല ചെറിയ പെരുന്നാളിന്. ഇമാമിൻ്റെ തക്ബീറുകൾ 7 അല്ലെങ്കിൽ 5 ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരാൾ ഫാത്തിഹ സൂറത്തിൻ്റെ സമയത്താണ് തുടർന്നതെങ്കിൽ അയാൾ അതിൽ തന്നെ തുടരുകയാണ് വേണ്ടത്. അയാൾ ഇനി വീണ്ടും അയാൾക്ക് നഷ്ടപ്പെട്ട തക്ബീറുകൾ വീണ്ടെടുക്കാൻ ശ്രമിക്കേണ്ടതില്ല. ഇനി ഒരാൾ അവസാനത്തെ റക്അത്താണ് കിട്ടിയത്, ആദ്യത്തെ റക്അത്ത് ഒരാൾക്ക് കിട്ടിയില്ല പെരുന്നാൾ നമസ്കാരം എങ്കിൽ അയാളുടെ ആദ്യത്തെ റക്അത്തായിട്ട് ഇമാമിനോടൊപ്പം നിസ്കരിച്ച അത് തന്നെ അദ്ദേഹം കണക്ക് കൂട്ടിയാൽ മതി. രണ്ടാമത് അയാൾ സലാം വീട്ടിയതിൻ്റെ ശേഷം പൂർത്തീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 2ാം റക്അത്തായി കണക്കാക്കി 5 തക്ബീർ അയാൾ നിർവഹിക്കേണ്ടതുള്ളൂ. തശഹുദ് മാത്രമാണ് ഒരാൾക്ക് വളരെ വൈകി എന്ന് വിചാരിക്കുക, അങ്ങനെ ഉണ്ടാവരുത്. ഒരാൾക്ക് അങ്ങനെ ഇമാമിൻ്റെ കൂടെ അത്തഹിയ്യാത്ത് മാത്രമേ കിട്ടിയുള്ളൂ. അയാൾ എഴുന്നേറ്റ് പിന്നെ അയാൾ വീണ്ടും ഇതേപോലെ ആദ്യത്തേതിൽ 7 തക്ബീറും 2ാമത്തേതിൽ 5 തക്ബീറൊക്കെ നിർവഹിച്ചുകൊണ്ട് സാധാരണ പോലെ തന്നെ അദ്ദേഹം പെരുന്നാൾ നമസ്കരിക്കുകയാണ് വേണ്ടത്. ഇനി ഒരാൾ തക്ബീർ മറന്നുപോയി എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റകരമല്ല, കാരണം അതൊരു നിർബന്ധമല്ല, സുന്നത്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും ഈദിൻ്റെ ദിവസം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നന്മകൾ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധ്യമായതിൻ്റെയുമൊക്കെ ആ ഒരു നന്ദി അള്ളാഹുവിനോട് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഈ തക്ബീറുണ്ടല്ലോ, അത് അർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ട് തന്നെ നിർവഹിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. കേവലം ഒരു ചടങ്ങായി മാറാതിരിക്കട്ടെ നമ്മുടെ തക്ബീറുകൾ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. റഹ്മാനായ റബ്ബ് ഏറ്റവും നല്ല വിധത്തിൽ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കപ്പെട്ട ഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും ജന്നത്തിൽ ഇടം നൽകി ആദരിക്കുകയും ചെയ്യുമാറാകട്ടെ. ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.